മോരുകറി ഉണ്ടാക്കുന്ന വിധം: പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില, വറ്റൽമുളക്. അതിൽ തൈരെടുത്തിട്ട് അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് കലക്കുക. കട്ട കട്ടാതെ കലക്കി ലൂസാക്കി എടുത്ത് മാറ്റി വെക്കുക. മിൽക്കി മിസ്റ്റ് അല്ല കേട്ടോ, ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പാത്രത്തിൽ ഇതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ചട്ടി ചൂടായ ശേഷം, ചട്ടി ഇത്തിരി വെള്ളം ഉണ്ടായിട്ട് കളഞ്ഞ ചട്ടി ചൂടായ ശേഷം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. മൺചട്ടി ആയതുകൊണ്ട് ചൂടാകാൻ താമസം എടുക്കുക. അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ച ശേഷം അത് കുറച്ച് താമസമുണ്ട്. 2 മണി ഉലുവ ഇട്ട്, ആവശ്യത്തിന് ഇടാം കേട്ടോ, ഞാൻ ഉലുവ നന്നായി ഇടും. ഉലുവ ഇട്ട് ഉലുവ ചൂടാകട്ടെ. ഉലുവ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. ചട്ടി ചൂടാകാൻ ഭയങ്കര താമസം കേട്ടോ, മൺചട്ടി ഗ്യാസ് എടുത്ത് വെക്കുമ്പോൾ. അത് ഏകദേശമൊക്കെ ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ അതിനകത്തിട്ട് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ട് ഉലുവയും കടുകും കൂടെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇടേണ്ട വിധം: നന്നായി ഇതായി വരുമ്പോൾ അതിൻ്റെ അകത്ത് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് എടുത്തിട്ട് പിന്നെ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട്, പിന്നെ അതിൻ്റെ അകത്തിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി, വേപ്പില എല്ലാം കൂടെ, പിന്നെ പച്ചമുളക് ഇട്ടു. എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. നന്നായി മൂക്കട്ടെ. നല്ല മൂത്ത മണം വരും കേട്ടോ മൂക്കുമ്പോൾ. തക്കാളി ഇട്ടു. ഞാൻ തക്കാളി ഇടാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. കാരണം ഇത്തിരി പുളി കുറവായിരുന്നു, മോരുകറിക്ക് പുളി വേണം. അപ്പോൾ പുളി കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്തിരി തക്കാളി ചേർത്ത്. നന്നായി ഇളക്കുക. എല്ലാം കൂടെ നന്നായി ഒഴിപ്പിച്ച്, തക്കാളി ഒന്നും ഉടയണം കേട്ടോ. ഞാൻ ഇത്തിരി വലിപ്പത്തിൽ ഇട്ടുണ്ടാവും, ഉടയാൻ ഇത്തിരി താമസം. ഒരു നന്നായിട്ടൊന്ന് ഇപ്പോൾ ഉടഞ്ഞ ഏകദേശമൊക്കെ നന്നായി ഉടഞ്ഞ് വരുന്നുണ്ട്. എല്ലാം കൂടെ നല്ല മൂത്ത എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് കൂടിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ല ഒരു ഇതാകുക. അപ്പോൾ ഏകദേശം ഒരു ഇത് വന്നു. ഇനി അതിലേക്ക് നല്ല നന്നായി ഒരു പദം വരുന്നവരൊന്ന് നമ്മൾ തക്കാളി ഒരു പദം വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. മൂത്ത ശേഷം നമ്മൾ അതിലേക്ക് കലക്കി വെച്ച തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ തൈരിൽ കുറച്ച് പുളിക്കുറവുണ്ട്. അപ്പോൾ ഈ തക്കാളിയും കൂടി ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയാവും. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. മോരുകറി റെഡി ആയിട്ടുണ്ട്.